നമ്മൾ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് കണ്ടിട്ടുണ്ട്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മുളകിട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 തക്കാളി, 4 പച്ചമുളക്, 2 വലിയ സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയത്, ചെറിയ ഉള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോട് നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയതും പച്ചമുളക് ചതുക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായി വാട്ടിയെടുക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി നനച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ചിക്കൻ അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ചിക്കൻ്റെ സാലയും കിട്ടിയിട്ടുണ്ട്. കാരണം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നതാണ് വെള്ളം. അപ്പോൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി നനച്ച് കൊടുക്കാം. എന്നുവെച്ചാൽ നല്ലൊരു മണം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും പച്ച വെളിച്ചെണ്ണയുടെ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മളെ മുളകിട്ട ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയൊന്നും ഇടാതെ തേങ്ങയൊന്നും അരയ്ക്കാതെ മുളകിട്ട ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.